ശാരീരികമായ വളർച്ച മനുഷ്യന് ലഭിക്കുന്നത്. എന്നാൽ ഇതുപോലെ മനുഷ്യന്റെ ആത്മീയമായ വളർച്ച നിമിത്തമാകുന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ മരങ്ങളെയും വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും ചെടികളെയും അല്ലാഹു തആല സൃഷ്ടിക്കാൻ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തെ സെലക്ട് ചെയ്തപ്പോൾ മനുഷ്യന്റെ ആത്മീയമായ വളർച്ചയ്ക്ക് നിമിത്തമാകുന്ന താജിദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിക്കാനും അല്ലാഹു തആല നിമിതങ്ങൾ ജനിക്കാൻ ഈ റബീഉൽ അവ്വൽ മാസത്തെ തിരഞ്ഞെടുത്തു എന്ന് ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു കിതാബുൽ മദ്ഖൽ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? പരിശുദ്ധ റമദാൻ മാസത്തിന് നേരത്തെ തന്നെ മഹത്വം ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. എന്തേ കാരണം? കാരണം റമദാൻ മാസത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട രാവുകൾ ഉണ്ട്, ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും റമദാൻ മാസത്തിൽ ജനിച്ചാൽ ജനങ്ങൾ പറയാൻ തുടങ്ങും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് കൊണ്ടല്ല റമദാനിന് മഹത്വം കിട്ടിയത്, പിന്നെയോ നേരത്തെ തന്നെ ലൈലത്തുൽ ഖദ്ർ ഉള്ള രാവും മാസം കൂടിയാണല്ലോ, അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ റമദാൻ മാസത്തിന് വലിയ മഹത്വം കിട്ടിയത് എന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങും. അതുകൊണ്ട് റമദാൻ മാസത്തെ തിരഞ്ഞെടുക്കാതെ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കാൻ അല്ലാഹു തആല തിരഞ്ഞെടുത്തു എന്ന് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു കിതാബുൽ മദ്ഖലിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുഗ്രഹീതമായ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലോകത്ത് ആ നേതാവിനെ പുകഴ്ത്താത്തവർ ആരും ഇല്ല, ആ നേതാവിനെ പ്രകീർത്തിക്കാത്തവർ ആരും ഇല്ല. പരിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കാൻ പോലും തയ്യാറാകാത്ത പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയെങ്കിലും വാനോളം പുകഴ്ത്തിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബർണാഡ് ഷാ നിങ്ങൾ കേട്ടിരിക്കും, I believe that if a man like Prophet Muhammad, peace be upon him, sallallahu alaihi wasallam, were to assume a dictatorship of the modern world, he would succeed in solving its problems in a way that could bring it much nearer peace and happiness. ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ആ പ്രയാസങ്ങൾക്ക് മുഴുവനും പരിഹാരം ലഭിക്കാൻ പ്രാപ്തരായ ഒരു നേതാവുണ്ടെങ്കിൽ അത് താജിദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ആ നേതാവിനെ പോലെയുള്ള ഒരു വ്യക്തിത്വമെങ്കിലും ഈ അധികാരം ഏറ്റെടുക്കുകയാണെങ്കിൽ ജനങ്ങൾ നേരിടുന്ന മുഴുവൻ പ്രയാസങ്ങൾക്കും സന്തോഷങ്ങൾ നൽകും വിധത്തിലുള്ള പരിഹാരങ്ങൾ കാണാമായിരുന്നു എന്ന് ബർണാഡ് ഷാ വാനോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. The most influential person in the world, ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഏറ്റവും വലിയ നേതാവ് എന്ന വിധത്തിൽ മൈക്കൽ അജ്ഹാർ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിട്ട് പോലും ജീസസ് ക്രൈസ്റ്റിന് 3-ാം സ്ഥാനം നൽകിയിട്ട് 1-ാം സ്ഥാനം നൽകുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അതിന് 2 കാരണമാണ് അദ്ദേഹം പറയുന്നത്. ആ 2 കാരണവും തെറ്റാണ്, പക്ഷേ പറയുന്ന വിഷയം ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 1-ാം സ്ഥാനം നൽകുന്നു. ആ നൽകുന്നതിന് പറയുന്ന 2 കാരണങ്ങളും തെറ്റാണ്. ഒന്ന്, ഫൗണ്ടർ ഓഫ് ഇസ്ലാം, ഇസ്ലാമിനെ കണ്ടുപിടിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരിക്കലും ശരിയല്ല. രണ്ടാമതായി പറയുന്നത് one who wrote the holy Quran, പരിശുദ്ധ ഖുർആനിനെ എഴുതിയ ആൾ എന്നാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലല്ലോ ഖുർആൻ എഴുതിയത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ ജനവിഭാഗങ്ങളും ജാതി മത വ്യത്യാസമന്യേ ഭേദമന്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാനോളം പുകഴ്ത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തേ കാരണമെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാനോളം പുകഴ്ത്തുന്നതിലൂടെ ഒരു മനുഷ്യന്റെ ദുനിയാവെന്ന് മാത്രമല്ല ആഖിറമെന്ന് മാത്രമല്ല, നാളെ പാരിടങ്ങളിൽ കിടന്ന് വിശ്രമിക്കുന്ന സമയത്ത് പോലും നമുക്ക് രക്ഷപ്പെടാൻ കാരണക്കാരനായി
കാരുണ്യനാകുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യം കാണിച്ച നേതാവല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊരു ചെറിയ സംഭവം പറയുകയാണ്. നീട്ടി സംസാരിക്കാൻ ഇപ്പോൾ ഇവിടെ നേരമില്ല. ലോക പ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രമുഖനായ അല്ലാമ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ടൊരു സംഭവം രേഖപ്പെടുത്തുന്നത് കാണാം. മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുത്തപ്പോൾ ആ മദീനത്തെ പള്ളിയിൽ ഒരാളിങ്ങനെ കിടന്നുറങ്ങുകയാണ്. ആ സമയത്താണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ അലി ഇബ്നു അബീ ത്വാലിബ്, മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുത്തല്ലോ. ആ ബാങ്ക് കൊടുത്തതിന് ശേഷം പള്ളിയിൽ നിസ്കരിക്കേണ്ടതുണ്ടല്ലോ. അതേ സമയത്ത് മദീനത്തെ പള്ളിയിൽ ഒരാൾ കിടന്നുറങ്ങുകയാണ്. അയാളെ വന്ന് വിളിച്ചു ഉണർത്തുമോ? നിസ്കരിക്കാനായി വിളിച്ചു ഉണർത്താൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഒരു സംശയം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉന്നയിക്കുകയാണ്. ഓ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, ബാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കരിക്കാനായി കിടന്നുറങ്ങുന്ന ഒരാളെ വിളിച്ചുണർത്തുന്നത് ഇബാദത്താണോ? അല്ലേ? പള്ളിയിൽ ബാങ്ക് കൊടുത്തു, പക്ഷേ ഒരാൾ പള്ളിയിൽ കിടന്നുറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന മനുഷ്യനെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്നത് ഇബാദത്താണോ? അല്ലേ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശരിയാണ്, ഇബാദത്താണ് എന്നതിൽ സംശയമില്ല. അയ്യോ ഇബാദ, അത് വല്ലാത്തൊരു ഇബാദത്താണ്, ചെറിയ ഇബാദത്തൊന്നുമല്ല. എന്നാൽ പിന്നെ നബിയെ ചോദിക്കട്ടെ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ സംശയമാണ്. ഓ നബിയേ, ആ വിളിച്ചുണർത്തേണ്ട ദൗത്യം തങ്ങൾക്ക് ചെയ്തുകൂടെ? ഞാൻ വിളിച്ചുണർത്തുന്നത് എനിക്കല്ലേ ഇബാദത്താവല്? അതേ സമയത്ത് ലോകത്തെ എല്ലാവർക്കും മാതൃകായോഗ്യനായ നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവിന് ചെയ്തുകൂടെ? എന്നാൽ അതിന്റെ പുണ്യം തങ്ങൾക്കല്ലേ ലഭിക്കുക? അതിന്റെ പുണ്യം തങ്ങൾക്കല്ലേ ലഭിക്കുക? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ്, ഇങ്ങനെയൊരു ചോദ്യം ഉയർന്നു വരുമെന്ന് എനിക്കറിയാം. കാരണം ആരാണ്? അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞത്, അന മദീനത്തുൽ ഇൽമി, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, വ അലിയും ബാബുഹാ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള കവാടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചാൽ ഒരു ചോദ്യം ഉയർന്നു വരുമെന്ന് എനിക്കറിയാം. ഓ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ, നിങ്ങൾ ചിന്തിക്കാത്തത് ഞാൻ ചിന്തിക്കുന്നു. അതെന്താണ് ഞാൻ ചിന്തിക്കുന്നത്? നിങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങളെങ്ങാനും പോയി അയാളെ വിളിക്കുന്നു, പക്ഷേ ആ വിളിച്ച സമയത്ത് ഉറങ്ങുന്നയാളാണല്ലോ, ചിലപ്പോൾ അയാൾ ഉണരാതിരിക്കുമല്ലോ. നിങ്ങൾ വിളിച്ചിട്ട് അയാൾ ഉണർന്നില്ലെങ്കിൽ സാരമില്ല, തിരക്കേടില്ല. ഏറിയാൽ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വിളിച്ചിട്ട് അയാൾ എണീറ്റില്ലെന്ന് വരിക. അതേ സമയത്ത് ഞാനൊരു സാധാരണ നേതാവല്ല, ഞാനൊരു സാധാരണ മനുഷ്യനല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ വിളിച്ചതിന് ശേഷം അയാളെങ്കാലും ഉണർന്നില്ലെങ്കിലോ, നേതാവായ എന്റെ വിളിക്ക് അയാൾ ഉത്തരം ചെയ്തില്ലെന്ന് കണ്ടാൽ ചിലപ്പോൾ അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുമല്ലോ. കാരണം വിളിക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ വിളിച്ചയാൾ ഉണർന്നില്ലെങ്കിലോ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുമല്ലോ. സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ, ഞാൻ കാരണമായി ഒരാൾ എന്റെ ഇസ്ലാമിന് പുറത്തു പോകേണ്ട ആവശ്യം, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതെ നിങ്ങളോട് പറഞ്ഞത്. സുബ്ഹാന ജല്ല ജലാലുഹു. ഓ ചെറുപ്പക്കാരെ, അവിടുത്തെ കാരുണ്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ബിൽ മുഅ്മിനീന റഊഫുർ
റഹീം. മുഅ്മിനീങ്ങൾക്ക് വളരെയധികം കാരുണ്യം ചെയ്യുന്ന നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി